ഹായ് ഗായ്സ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജയന്ത മഹാപാത്ര എഴുതിയ എ റെയിൻ ഓഫ് റൈറ്റ്സ് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് കവിയെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ജയന്ത മഹാപാത്ര അവർ ജനിക്കുന്നത് 22 ഒക്ടോബർ 1928 മരണപ്പെടുന്നത് ആഗസ്റ്റ് 27, 2023. അതായത് ഈ വർഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹി വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. ഒരു ഇന്ത്യൻ കവിയായിരുന്നു. ഹി ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ടു വിൻ എ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് കവിതയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കവിയാണ് അദ്ദേഹം. ഹി വാസ് ദ ഓഥർ ഓഫ് പോയംസ് സച്ച് ആസ് ഇന്ത്യൻ സമ്മർ ആൻഡ് ഹങ്കർ വിച്ച് ആർ റിഗാർഡഡ് ആസ് ക്ലാസിക്സ് ഇൻ മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആധുനിക ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ സമ്മർ, ഹങ്കർ തുടങ്ങിയ കവിതകളുടെ രചയിതാവായിരുന്നു അദ്ദേഹം. ഹി വാസ് അവോർഡഡ് എ പത്മശ്രീ, the fourth highest civilian honor in India in 2009, but he returned the award in 2015 to protest against rising intolerance in India. 2009 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതിഷേധിച്ച് 2015 അദ്ദേഹം അവാർഡ് തിരികെ നൽകി. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കവിയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കവിതയെ പറ്റിയിട്ട് നോക്കാം. എ റെയിൻ ഓഫ് റൈറ്റ്സിൽ പ്രധാനമായും സമകാലിക ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കവിയുടെ ഭൂതകാലമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതായത് കവിയുടെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ച് വായനക്കാരെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ. ടൈറ്റിലിൽ റെയിൻ എന്ന് കാണുന്നുണ്ട്. റെയിൻ ഈസ് ദ സിംബൽ ഓഫ് വിഷ്ഡം. ടൈറ്റിലിലെ റെയിൻ ഒരു സിംബലാണ്. ഏതിൻ്റെ സിംബലാണ്? ജ്ഞാനത്തിൻ്റെ സിംബലാണ്. അത് ഓരോ വായനക്കാരനും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള കണ്ണു തുറപ്പിക്കുന്നു. കൂടാതെ ഇറ്റ് ഓൾസോ സിംബലൈസസ് പ്രിമിറ്റീവ് ഇന്നസെൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ പ്രാകൃതമായ നിഷ്കളങ്കതയും ഇത് പ്രതീകപ്പെടുത്തുന്നുണ്ട്. മഴ ഫെർട്ടിലിറ്റിയുടെ പ്രതീകമായി പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുക മാത്രമല്ല, മനുഷ്യൻ്റെ ഭൂതകാലത്തെ ഉണർത്തുകയും ജീവിതത്തിൽ അവൻ നേരിട്ട കഷ്ടപ്പാടുകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റാൻസ എക്സ്പ്ലെയിൻ ചെയ്യാം. സംടൈംസ് എ റെയിൻ കംസ് സ്ലോലി അക്രോസ് ദ സ്കൈ ദാറ്റ് ടേൺസ് അപ്പോൺ ഇറ്റ്സ് ഗ്രേ ക്ലൗഡ് ബ്രേക്കിംഗ് എവേ ഇൻ ടു ലൈറ്റ് ബിഫോർ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ മഴയെപ്പറ്റി കവി പ്രതീകാത്മകമായി സംസാരിക്കുന്നു. കവി ഈ പദത്തെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഭൂതകാല അനുഭവം എന്ന നിലയിലും മറ്റൊന്ന് ശുദ്ധീകരണ ഏജന്റ് എന്ന അർത്ഥത്തിലും. റെയിൻ, സ്കൈ, ക്ലൗഡ് ഇതൊക്കെ സിംബൽസ് ആണ്. സിംബൽ ഓഫ് റെയിൻ, സ്കൈ ആൻഡ് ക്ലൗഡ് വെരി ആർട്ടിക്കുലേറ്റ്ലി എക്സ്പ്രസ് ദ പോയറ്റ്സ് ഇന്നർ ഫീലിംഗ് വിച്ച് എറൈസ് ഡ്യൂറിങ് സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. കവി ഇവിടെ പറയുന്ന മഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എ റെയിൻ ദാറ്റ് ബ്രേക്സ് എവേ ഇൻ ടു ലൈറ്റ്. ആ മഴ വെളിച്ചത്തിനെ ബ്രേക്ക് ചെയ്യുന്നു. ലൈറ്റ് എന്നാൽ മിന്നലാണ്. മഴ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് പകരം ചാരനിറത്തിലുള്ള മേഘത്തിന് നേരെ തിരിയുകയും ഈ മേഘം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. നിലത്തേക്ക് പതിക്കുന്നതിന് മുൻപ് അതിനെ മിന്നലായി മാറ്റുകയും ചെയ്യുന്നു. മഴ മേഘത്തോട് എന്താണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്ന് കവി ചിന്തിക്കുന്നു. സെക്കൻഡ് സ്റ്റാൻസ. The rain I have known and traded all this life is thrown like kelp on the beach, like some shape of conscience I cannot look at, a malignant purpose in a nun's eye. രണ്ടാമത്തെ സ്റ്റാൻസിയിൽ കവി റിഗ്രറ്റ് ചെയ്യുകയാണ്. ഈ ജീവിതകാലം മുഴുവൻ കവി അറിഞ്ഞതും വ്യാപാരം ചെയ്തതുമായ മഴ കടൽ തീരത്ത് ഒരു കെൽപ്പ് പോലെ എറിയപ്പെടുന്നു. കെൽപ്പ് എന്നാൽ വെള്ളത്തിനടിയിൽ വളരുന്ന കടൽപ്പായലാണ്. ഭൂതകാല അനുഭവങ്ങൾ കടൽ തീരത്ത് കെൽപ്പ് പോലെ ഉപയോഗശൂന്യമാണെന്ന് തെളിയിച്ചു എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഇവിടെ.
ഇതേ കാര്യം വ്യക്തമാക്കാൻ അദ്ദേഹം മറ്റൊരു ഉപമയും ഉപയോഗിക്കുന്നുണ്ട്. മനസാക്ഷിക്ക് ചില രൂപകങ്ങളുണ്ട്, ശരിയും തെറ്റും. നൺസ് ഐ എന്നാൽ കന്യാസ്ത്രീയുടെ കണ്ണ്. ഒരു കന്യാസ്ത്രീയുടെ കണ്ണിൽ ഒരു ദുരുദ്ദേശം തിരയുന്നത് പോലെ അവൻ സത്യം തെറ്റിദ്ധരിക്കരുത്, തെറ്റായ സ്ഥലത്ത് ശരി അന്വേഷിക്കരുത്. തേർഡ് സ്റ്റാൻസ. Who was the last man on earth to whom the cold cloud brought the blood to his face? Numbly I climbed to the mountain tops of hours, where my own soul quivers on the edge of answers. The third stanza has a question as to who the last man was. മൂന്നാമത്തെ ചരണത്തിൽ അവസാനത്തെ മനുഷ്യൻ ആരെന്ന ചോദ്യമുണ്ട്. ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടുകയും അതിൻ്റെ നഷ്ടം മനുഷ്യനെ വേദനിപ്പിക്കുകയും ചെയ്ത ശരിയായ പ്രേരണയുള്ള വ്യക്തിയെ കവി ഇവിടെ പരാമർശിക്കുന്നു. ഇത്രയും മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് മനുഷ്യനെ രോഷാകുലനാക്കിയത് വളരെ കാലം മുൻപാണെന്ന് സ്പീക്കർ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യർ തങ്ങളുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ട് അനുഭവങ്ങളാൽ കീഴടക്കപ്പെട്ട കാലത്തെ സൂചിപ്പിക്കാൻ കവി സ്വന്തം ഇന്നർ ഫീലിങ്സിനെ ഇവിടെ പരിശോധിക്കുന്നു. കവിതയുടെ അവസാന ചരണവും ചോദ്യം ചെയ്യലിൻ്റെ കുറിപ്പിൽ അവസാനിക്കുന്നു. സ്പീക്കർ ഒടുവിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് പഴകിയ വായുവിലെ ഓർമ്മകൾ ദൂതൻ്റെ ചിറകുകളിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അവ ഏറ്റവും വേഗത്തിൽ തിളങ്ങുന്നുവെന്നും അത് തരണം ചെയ്യാൻ പ്രയാസമാണ് എന്ന തരത്തിൽ നമ്മുടെ മഴയെയോ മുൻകാല ഇംപ്രഷനുകളെയോ നിലനിർത്തുന്നത് എന്താണെന്നറിയാനും അയാൾ ആഗ്രഹിക്കുന്നുണ്ട്.